താനൂർ ബോട്ട് അപകടത്തിൽ നിന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ട മക്കളുടെ ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ ദുരിത ജീവിതം നയിക്കുകയാണ് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ജാബിർ. വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ആശുപത്രികൾ കയറിയിറങ്ങുന്ന ജാബിറിന് മുന്നിൽ സർക്കാർ സഹായം എന്ന വാഗ്ദാനം പ്രഖ്യാപനത്തിലൊതുങ്ങി. ബോട്ട് അപകടത്തിൽ ഭാര്യയും മകനും ഉൾപ്പെടെ ബന്ധുക്കളായ 11 പേരാണ് ജാബിറിന് നഷ്ടമായത്. ഇത് ജർഷയും ജന്നയും. ജാബിർ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഇവർക്ക് വേണ്ടിയാണ്. ഒരു മകനെയും ഭാര്യയെയും കവർന്ന ബോട്ട് ദുരന്തത്തിൽ പൂരപ്പുഴ ജാബിർ ഇവരെ മാത്രം. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ജർഷയും ജന്നയും ആ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. അന്നു മുതൽ ആശുപത്രി വരാന്തകളിലാണ് ജാബിറിന്റെ ജീവിതവും. ജർഷയ്ക്ക് ഇപ്പോഴും നടക്കാൻ പോലും പ്രയാസമാണ്. ഈ ഒരു വർഷം കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത വാക്കുകളൊന്നും ആരും പാലിച്ചിട്ടില്ല. അന്ന് കുട്ടികൾക്ക് അസുഖമില്ല എന്ന് എഴുതിത്തള്ളിയ ഡോക്ടർമാരുടെ മുമ്പിൽ ഇന്ന് ഡോക്ടർമാർ പറയാണ് കുട്ടിക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ മൂലം തലച്ചോറിൽ ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്ന ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തലച്ചോറിൽ വെള്ളം നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് മൂവിങ്ങുകളൊക്കെ മാറ്റം വരുന്നുകൊണ്ടിരിക്കുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്നു ജാബിർ. പക്ഷെ മക്കളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. 2 ജീവൻ നഷ്ടമായതിന് ലഭിച്ച നഷ്ടപരിഹാര തുക മുഴുവൻ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. തികയാതെ വന്നപ്പോൾ വള്ളവും വലയും ഒക്കെ വിറ്റ് ചികിത്സ നടത്തി. തുടർ ചികിത്സയ്ക്കായി സർക്കാർ കനിഞ്ഞതുമില്ല. ഇപ്പോൾ ചികിത്സ തന്നെ പ്രതിസന്ധിയിലാണ്. ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ ഇത്രയും ലക്ഷങ്ങൾ നമ്മളെ കൊണ്ട് ചിലവാക്കാൻ കഴിയൂലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഭാര്യൻ്റെയും മകൻ്റെയും മരണത്തിൻ്റെ കിട്ടിയ പൈസ, അത് കിട്ടിയത് കൊണ്ടാണ് വാസ്തവത്തിൽ എൻ്റെ കുട്ടികൾ ഇന്ന് എന്നെ കൂടെ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. തോണി എഞ്ചിനും കാര്യങ്ങളൊക്കെ അതുണ്ടെങ്കിൽ നമുക്ക് ജീവിതമാർഗം കണ്ടെത്താം. അപ്പോൾ പിന്നെ അത് വിറ്റ് അത് ഇതിൻ്റെ കൂടെ കൂട്ടിയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അൽമാസിലെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ 2-3 മാസം കൊണ്ടിപ്പോൾ മുടങ്ങിക്കിടക്കുക. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് സർക്കാർ സഹായം പ്രഖ്യാപിച്ചതിനാൽ സഹായിക്കാൻ ആഗ്രഹിച്ച മറ്റുള്ളവർ പോലും പിൻവാങ്ങി. സർക്കാർ സഹായം തുടർന്ന് ലഭിച്ചതുമില്ല. ഇപ്പോൾ ജാബിറിന്റെ ജീവിതവും മക്കളുടെ ചികിത്സയും ഒരു ചോദ്യചിഹ്നമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.